കഥ സത്യരാജിന്റെ കഥയാണ്. സത്യരാജിന് ഒരു വാഴത്തോട്ടമുണ്ടായിരുന്നു. എപ്പോഴാണോ അവന്റെ വാഴത്തോട്ടത്തിലെ പഴങ്ങളൊക്കെ വിളഞ്ഞു വരുന്നത്, അപ്പോഴേക്കും അവിടെ ഒരു വ്യാപാരി എത്തും. ആ വ്യാപാരി പറയും, ഇത് നോക്ക് സത്യ, നിനക്ക് കാര്യങ്ങൾ അറിയാലോ, ബസാറിലൊക്കെ വ്യാപാരം ഇല്ലാതെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സാധനങ്ങളുടെ വിലയൊക്കെ വല്ലാതെ കുറവായിട്ടുണ്ട്. ചേട്ടാ, ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്ന പിന്നെ എന്റെ നിലം എന്താവും? ഞാനിപ്പൊ എന്ത് പറയാനാ? ഈ പ്രാവശ്യം മുന്നേക്കാളും 2 മടങ്ങാണ് കുറഞ്ഞിരിക്കുന്നത്. എന്റെ ദൈവമേ, ഇങ്ങനൊക്കെ പോയാ പിന്നെ എന്റെ നിലമയൊക്കെ എന്താവാനാ? ഈ വർഷം എന്റെ മകളെ ഞാൻ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഇതിനു ശേഷം അത് കഷ്ടമെന്നാ തോന്നുന്നത്. നിങ്ങൾ എന്താ പറയുന്നത്? സത്യരാജിന്റെ ഭാര്യ ഐശ്വര്യയും അദ്ദേഹത്തിന്റെ മകളും കൂടി മാർക്കറ്റിലേക്ക് പോയി. ഐശ്വര്യയുടെ ശ്രദ്ധ ബസാറിലുണ്ടായിരുന്ന ഒരു വാഴപ്പഴ ചിപ്സ് കടയിൽ പെട്ടു. അമ്മേ, എനിക്ക് വാഴപ്പഴ ചിപ്സ് വാങ്ങി തരുമോ അമ്മേ? ശരി. രണ്ടുപേരും ആ വാഴപ്പഴ ചിപ്സ് വിൽക്കുന്ന കടയിനടുത്തേക്ക് ചെന്നു. ചേട്ടാ, ചിപ്സ് എത്ര രൂപയാ ചേട്ടാ? കിലോ 200 രൂപയാണ്. ദൈവമേ, ഇത്രയും വിലയോ? വാഴപ്പഴം 10 രൂപയ്ക്കല്ലേ വിൽക്കുന്നത്, പക്ഷെ ചിപ്സ് നിങ്ങൾ 200 രൂപയ്ക്ക് വിൽക്കുന്നോ? ഇതില് പഴം മാത്രമല്ല മോളെ, ഇതിലെ എണ്ണയും പിന്നെ എന്റെ ജോലിയും കാര്യങ്ങളുണ്ടല്ലോ. വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ, ഇല്ലെങ്കിൽ ഇവിടുന്ന് പോവൂ. ഗീത, ഞാൻ നിനക്ക് വീട്ടിലേക്ക് വന്ന് ചിപ്സ് ചെയ്തു തരാം മോളെ. ഇവിടെ വില അധികമാണ്. പിന്നെ ഇത് ചെയ്തിട്ട് ഒരുപാട് ദിവസമായി കാണും, ശരിയല്ലേ? ശരി അമ്മേ. ഐശ്വര്യയും ഗീതയും വീട്ടിലേക്ക് പോയി. പിന്നീട് ഐശ്വര്യ ശുദ്ധമായ പഴങ്ങൾ എടുത്ത് വീട്ടിൽ തന്നെ ചിപ്സ് ചെയ്യാൻ തുടങ്ങി, ശുദ്ധമായ എണ്ണയിൽ. അമ്മേ, ഈ ചിപ്സ് ചെയ്യാൻ നിങ്ങൾ എവിടെന്നാണ് പഠിച്ചത്? എന്റെ അമ്മ പഠിപ്പിച്ചതാ. മുത്തശ്ശിക്ക് ചിപ്സ് ഒക്കെ ചെയ്യാൻ അറിയാമോ അമ്മേ? എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഇതുപോലെ ചെറുതായിരുന്നപ്പോൾ ഇതുപോലെയുള്ള ചിപ്സ് കടകളൊന്നും ഇല്ലല്ലോ മോളെ. അതുകൊണ്ട് അമ്മ തന്നെ ചെയ്തു തരും. അതുകാരണം അവരുടെ നിറയെ കാശ് മിച്ചമായല്ലേ? അതെ. ഗീത വളരെ ആഗ്രഹത്തോടെ ചിപ്സ് റെഡിയാകുന്നതും കാത്തിരിക്കുകയായിരുന്നു. പിന്നീട് ഐശ്വര്യ ആ ചിപ്സ് എണ്ണക്കടായിൽ നിന്നും പുറത്തെടുത്ത് വെച്ച ഉടനെ, അമ്മേ, റെഡിയായോ അമ്മേ? അതെ അതെ, റെഡിയായി മോളെ. ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് കഴിക്കാം. ഗീത അത് തണുക്കാനായി കുറച്ചു സമയം വെയിറ്റ് ചെയ്തു. എന്നിട്ട് ആ വാഴപ്പഴ ചിപ്സ് എടുത്ത് അവൾ കഴിച്ചു നോക്കി. ഈ സമയത്താണ് സത്യരാജ് അവിടേക്ക് വന്നത്. വീട്ടിലേക്ക് കയറിയെന്ന് തന്നെ ചിപ്സിന്റെ മണം വന്നു. എന്റെ ദൈവമേ, വാഴപ്പഴം ചിപ്സോ? എന്തൊരു അതിശയം! സത്യരാജും തന്റെ മകളുടെ കയ്യിൽ നിന്നും ആ ചിപ്സ് വാങ്ങി കഴിച്ചു നോക്കി. വാവ് 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 ഐശ്വര്യ, നിന്റെ ഈ വാഴപ്പഴം ചിപ്സ് നല്ല സ്വാദുണ്ടല്ലോ. എന്തിനാണ് ഈ ചിപ്സ് ഉണ്ടാക്കിയത്? അത് പിന്നെ അച്ഛാ, ഞാൻ മാർക്കറ്റിൽ നിന്നും ഈ വാഴപ്പഴ ചിപ്സ് വാങ്ങി തരാൻ വേണ്ടി അമ്മയോട് പറഞ്ഞു. പക്ഷെ അമ്മ വീട്ടിൽ വന്ന് ചെയ്തു തന്നു. ആ കടക്കാരൻ 1 കിലോ 200 രൂപയെന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, വാഴപ്പഴം 10 രൂപയല്ലേ വിൽക്കുന്നത്? അവൻ പറഞ്ഞു, എണ്ണയും അധ്വാനവും വേണമെന്ന്. അതുകൊണ്ട് ഞാൻ അവനോട് വേണ്ടാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ വന്ന് ചെയ്തു. ഈ ചിപ്സ് വാങ്ങിക്കാൻ എന്തിനാ കാശ് വേസ്റ്റ് ആക്കുന്നേ? നീ വളരെ നല്ല കാര്യമാണ് മോളെ ചെയ്തത്. നമുക്കും വാഴപ്പഴം തോട്ടമുണ്ടല്ലോ. നമ്മൾ എണ്ണയും പിന്നെ നമ്മുടെ അധ്വാനം ഇട്ടാലും മതി. ഐശ്വര്യ, ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാൽ, പഴത്തിന് കിലോ 10 രൂപ വെക്കുന്നുള്ളൂ. പഴത്തിന്റെ ചിപ്സിന് 200 രൂപയാണ് അവർ വിൽക്കുന്നത്. ഹാ, ഞാനും അതിനെ കുറിച്ച് ആലോചിച്ചത്. അതെ, നമ്മളും വാഴപ്പഴ ചിപ്സ് ചെയ്യാനുള്ള ഒരു ഫാക്ടറി നിർമ്മിക്കണം. എങ്കിലേ വലിയ തോതിൽ ചിപ്സ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. ആ, അതിനുള്ള ചെലവും കുറവായിരിക്കും. നമ്മൾ രണ്ടുപേരും ചേർന്നത് ചെയ്യാൻ ചേട്ടാ. നമ്മളെ സഹായിക്കാൻ ഒരാളെ മാത്രം ജോലിക്ക് വെച്ചാൽ മതി. അതും ശരിയാണ്. പക്ഷെ നമ്മുടെ വരുമാനം വളരെ നന്നായിട്ടും വരും. ഇതൊന്ന് ആലോചിക്കേ, നമ്മൾ ചിപ്സിന് 150 രൂപയ്ക്ക് വിറ്റാൽ എല്ലാരും നമ്മളടുത്തല്ലേ വരിക വാങ്ങാന്. എങ്ങനെയുണ്ട്? തീർച്ചയായും. അതുമാത്രമല്ലാതെ പഴത്തിന്റെ മാർക്കറ്റ് ദിവസം തോറും വില കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആലോചിക്കായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന്. നീ തന്നെ നല്ല ഐഡിയ തന്നു ഐശ്വര്യ. പെട്ടെന്ന് തന്നെ സത്യരാജ് വീട്ടിന്റെ പുറത്ത് ഒരു ഷെഡ് നിർമ്മിച്ചു. ആ ഷെഡിൽ അദ്ദേഹം ഒരു വലിയ അടുപ്പ് വാങ്ങി വെച്ചു. മാത്രമല്ല ഒരു വലിയ കടായും വാങ്ങി. അതിൽ സത്യരാജും അദ്ദേഹത്തിന്റെ ഭാര്യ ഐശ്വര്യയും പിന്നെ സഹായിയും ചേർന്ന് ഒരുപാട് ചിപ്സ് ഉണ്ടാക്കി വെച്ചു. ഐശ്വര്യ ആ ചിപ്സിൽ മസാല ഇട്ടതും അവരുടെ ചിപ്സ് എല്ലാം തന്നെ റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ സത്യരാജ് ആ ചിപ്സ് ഒക്കെ വിൽക്കാനായി മാർക്കറ്റിലേക്ക് പോയി. ചേട്ടാ, ഇത് ശുദ്ധമായുള്ള വാഴപ്പഴ ചിപ്സാണ്. ഞങ്ങളുടെ സ്വന്തം തോട്ടത്തിലാണ് ഉണ്ടാക്കിയത്. ഞാൻ ഇപ്പോഴാണ് ഈ ചിപ്സ് വ്യാപാരം തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ കടയ്ക്ക് വേണ്ടി ഈ ചിപ്സ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ?
ആദ്യം ഞാൻ ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടെ. സത്യരാജ് അവന്റെ ചിപ്സ് എടുത്ത് അദ്ദേഹത്തിന് കഴിക്കാൻ നൽകി. അദ്ദേഹം അത് കഴിച്ചു നോക്കി. ഇത് വളരെ നന്നായിട്ടുണ്ട്. ഇതിന് എന്താണ് നിങ്ങൾ വില പറയുന്നത്? കിലോ 150 റുപ്യ മതി. എന്നാ ശരി, എനിക്ക് നിങ്ങൾ ഒരു 5 കിലോ തരൂ. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും തരൂ. ചിപ്സ് തീർന്ന ശേഷം ഞാൻ നിങ്ങളെ വിളിക്കാം. ശരി ചേട്ടാ. സത്യരാജ് തുടർന്ന് എല്ലാ കടകളിലേക്കും ചെന്നു. അവിടെ ചെന്ന് തന്റെ വാഴപ്പഴ ചിപ്സ് അദ്ദേഹം വിറ്റു. അവൻ തിരിച്ചു വീട്ടിലേക്ക് പോയപ്പോൾ അവൻ കൊണ്ടുപോയ ഏകദേശം ചിപ്സും വിറ്റു തീർന്നിരുന്നു. ഇത് കണ്ടില്ലത് ഐശ്വര്യ, ഇന്ന് ഞാൻ 30 കിലോ ചിപ്സ് ആണ് വിറ്റിരിക്കുന്നത്. ഇന്ന് ഞാൻ മാത്രം 4500 എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്റെ ദൈവമേ, 10 കിലോ ബാക്കിയുണ്ട്. നാളെ നമുക്ക് ഇതും വിറ്റേക്കാം. വളരെ നല്ലത്. അപ്പോഴാണ് സത്യരാജിന്റെ മൊബൈലിൽ കോൾ വന്നത്. അതെ ചേട്ടാ, ഇന്നും ഒരു 10 കിലോ ആണ് ബാക്കിയുള്ളത്. ഇപ്പൊ തന്നെ കൊണ്ടുവരാം. എന്തുപറ്റി? എനിക്കെന്തോ നമ്മുടെ ചിപ്സ് നന്നായിട്ട് വിൽക്കുന്നതാണ് തോന്നുന്നത്. ആ കടക്കാർക്ക് ഇന്നും 10 കിലോ ചിപ്സ് ആണ് വേണ്ടത്. ഞാൻ പോയി അത് കൊടുത്തിട്ട് വരാം. സത്യരാജ് അദ്ദേഹം ചോദിച്ച അളവ് ചിപ്സ് നൽകിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങി. തിരിച്ചു വരുന്ന വഴിയിൽ അദ്ദേഹത്തിന് ഒരുപാട് കടയിൽ നിന്നും കോൾ വന്നു. ഐശ്വര്യ, എല്ലാ ചിപ്സും നമ്മൾ വിറ്റ് കഴിഞ്ഞു. നാളെ ഒരു 30 കിലോ ചിപ്സിനും ഓർഡർ വന്നിട്ടുണ്ട്. ഓ, ഇത് വളരെ നല്ലതാണല്ലോ. ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല വാഴപ്പഴം കൊണ്ട് ഇത്രയും നമുക്ക് വ്യാപാരം ഉണ്ടാവുമെന്ന്. ഇനി എല്ലാം നല്ലതായി നടക്കും ചേട്ടാ. തീർച്ചയായും. ഐശ്വര്യയുടെ വാഴപ്പഴ ചിപ്സ് എല്ലാ സ്ഥലത്തും പ്രാബല്യമായി. അവർ ദിവസവും 30-40 കിലോ വാഴപ്പഴ ചിപ്സ് ചെയ്യാൻ തുടങ്ങി. ചെയ്ത ഉടൻ തന്നെ എല്ലാം വിറ്റുപോയി. അവർ രണ്ടുപേരും ചേർന്ന് ഒരുപാട് വരുമാനമുണ്ടാക്കാൻ തുടങ്ങി. പിന്നീട് ഒരു ദിവസം ഐശ്വര്യയുടെ മനസ്സിൽ ഒരു ഐഡിയ തോന്നി. നമ്മൾ വീണ്ടും നമ്മുടെ വരുമാനം അധികരിക്കണം. പിന്നെ ഞാൻ ഈ പഴയ എണ്ണയ്ക്ക് വേസ്റ്റ് ആക്കാതെ ആ എണ്ണയിൽ തന്നെ ചെയ്താൽ ആ എണ്ണയുടെ ലാഭവും കിട്ടും. അതെ, ഒരേ എണ്ണയിൽ ചെയ്തത് കൊണ്ട് എന്ത് ടേസ്റ്റ് വ്യത്യാസം വരാനാ? അടുത്ത ദിവസം മുതൽ ഐശ്വര്യ പഴയ എണ്ണ ഉപയോഗിച്ച് തന്നെ ചിപ്സുകൾ ചെയ്യാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത അവളുടെ ഭർത്താവ് കടകളിൽ ചെന്ന് ചിപ്സ് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ പതുക്കെ പതുക്കെ കടന്നുപോയി. പിന്നെ ഒരു ദിവസം ഒരു കടക്കാരൻ ചിപ്സ് കുറച്ചു വാങ്ങി. ചേട്ടാ, ഇന്ന് നമുക്ക് 3 കിലോ ചിപ്സ് മതി. ഇത് കണ്ടില്ലേ, നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന ചിപ്സ് അങ്ങനെ ബാക്കി തന്നെ ഉണ്ട്. പക്ഷെ സത്യക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് തന്റെ ചിപ്സിന്റെ ഡിമാൻഡ് കുറഞ്ഞതെന്ന്. ഐശ്വര്യ, ജനങ്ങളൊക്കെ എന്താ പെട്ടെന്ന് ചിപ്സ് കുറവായിട്ട് വാങ്ങാൻ തുടങ്ങിയത്? ഐശ്വര്യയുടെ മനസ്സിൽ പേടി തോന്നി. പക്ഷെ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. ഒരുപക്ഷെ ഇത് എന്റെ തെറ്റായിരിക്കാം. ഞാൻ തന്നെയാണ് പുതിയ എണ്ണയ്ക്ക് പകരം പഴയ എണ്ണയിൽ തന്നെ ചെയ്തത്. അവർക്ക് ഇതിലുള്ള സ്വാദ് വ്യത്യാസം അറിയാൻ പറ്റില്ലെന്ന് കരുതി. നമ്മുടെ വരുമാനം അധികരിക്കുമെന്ന് കരുതി. നീ എന്തിനെങ്ങനെ ചെയ്തത്? അത് വളരെ തെറ്റാണല്ലോ. നിന്റെ ഈ ചെറിയ അത്യാഗ്രഹം കൊണ്ട് നമ്മുടെ വ്യാപാരം തന്നെ താഴെ ഇറങ്ങിപ്പോയി. ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല ചേട്ടാ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇതിനൊരു വഴിയേ ഉള്ളൂ. സത്യരാജ് ഐശ്വര്യയോട് നല്ല എണ്ണയിൽ ചിപ്സ് ഉണ്ടാക്കാനായി പറഞ്ഞു. ആ ചിപ്സ് സത്യരാജ് കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു. ഇത് നോക്കൂ ചേട്ടാ, ഞാൻ പഴയ ബാക്കിയുള്ള ചിപ്സ് ഒക്കെ എന്റെ തിരിച്ചേക്ക് തന്നേക്കൂ. അതിന് പകരം ഈ പുതിയ ചിപ്സ് നിങ്ങൾ എടുത്തോളൂ. ഞങ്ങൾ ചെയ്യുമ്പോൾ എന്തോ ചെറിയ തെറ്റ് നടന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അതില് അത്ര സ്വാദ് ഇല്ലെന്ന് തോന്നുന്നു. ശരി ചേട്ടാ, പക്ഷെ ഇനി ഇതുപോലെ തെറ്റ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും ചേട്ടാ. സത്യരാജ് എല്ലാ കടകളിലും ചെന്ന് ആ വാഴപ്പഴ ചിപ്സ് വിറ്റുകൊണ്ടിരുന്നു. എല്ലാരും മുൻപത്തെ പോലെ തന്നെ വീണ്ടും ചിപ്സുകൾ വാങ്ങിക്കാൻ തുടങ്ങി. ഈ പ്രാവശ്യം ഞാൻ എങ്ങനെയോ എല്ലാം ശരിയാക്കി കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം നീ ഇതുപോലെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇല്ല ഇല്ല, എനിക്ക് മനസ്സിലായി. അത്യാഗ്രഹം കൊണ്ടുള്ളതും നഷ്ടപ്പെടുമെന്ന്. ഇനി മുതൽ ഞാൻ എന്റെ അത്യാഗ്രഹത്തിനായി ഒന്നും തന്നെ ചെയ്യില്ല. കുറച്ചു ദിവസത്തിനകം തന്നെ അവരൊരു ഫാക്ടറി നിർമ്മിച്ചു. ഗീത ചിപ്സ് ഫാക്ടറി. അവരുടെ നേരായ മാർഗമാണ് അവരുടെ ചിപ്സ് വ്യാപാരം ഇത്രയും വളരാൻ കാരണമായത്. റാണിഗഞ്ച് എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. ഗ്രാമത്തിന്റെ പേര് മാത്രമാണ് റാണിഗഞ്ച്. കാരണം ആ ഗ്രാമത്തിന്റെ ജമീന്ദാർ വളരെ ദ്രോഹിയും പാപിയുമാണ്. ജനങ്ങളുടെ കാശ് കൊള്ളയടിക്കുന്നത് അവന്റെ ജോലി മാത്രമല്ല, അവന്റെ ജീവിതവുമായി മാറി. മുതലാളി സാറേ, ഈ കാശ് എന്റെ അടുത്തുണ്ടായിരുന്ന ബാക്കിയുള്ള സ്ഥലമെല്ലാം വിറ്റ കാശാണ്. ബാക്കിയുള്ള സ്ഥലമെല്ലാം നിങ്ങളുടെ അടുത്ത് പണയം വെച്ചിരിക്കുകയാണ് മുതലാളി. ഈ സ്ഥലം ആരടുത്താണ് വിറ്റത്? എന്താ എന്റെ അടുത്ത് വിൽക്കാത്തത്? ഞാൻ ആ സ്ഥലം നിങ്ങളുടെ അനുജൻ രുദ്ര ടാഗൂറിനാണ് വിറ്റത്. അതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് എന്റെ കാശാണ് ആവശ്യം. ഇല്ലെങ്കിൽ നിന്റെ മൊത്ത കുടുംബം എന്റെ വീട്ടിൽ ജോലി ചെയ്യണം. മനസ്സിലായോ? മുതലാളി സാറേ, ദയവ് ചെയ്ത് എന്നോട് കരുണ കാണിക്കൂ. എന്റെ കയ്യിൽ കാശുമില്ല, എന്റെ കയ്യിൽ വീടുമില്ല.
പിന്നെ സ്ഥലവുമില്ല. പറയണമെങ്കിൽ എന്റെ കുടുംബം മാത്രമാണുള്ളത്. പക്ഷേ നിങ്ങൾ അവരെയും നിങ്ങളുടെ അടിമകളാക്കി നിങ്ങൾക്ക് ജോലി ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എടാ പിള്ളേരെ, ഈവിന്റെ ചെക്കനെ എടുത്തിട്ട് നമ്മള് വീട്ടിലെ ജോലിക്ക് വിട്ടേക്ക്. എപ്പ അവര് കാശ് തിരിച്ചു തരുന്നോ അപ്പൊ ആ ചെക്കനെ തിരിച്ചു കൊടുത്താ മതി. ജമീന്ദാറിനെ കണ്ടതും തന്നെ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ പേടിക്കും. അദ്ദേഹം എവിടേക്ക് പോയാലും ജനങ്ങൾ ചെന്ന് അവരുടെ വീടിന്റെ കതകും ജനലും ഒക്കെ പൂട്ടിവെക്കും. എന്റെ ദൈവമേ, ഈ ജമീന്റെ അഴിവുകാലം എപ്പോഴാ വരാൻ ഒന്നും അറിയില്ല. പകൽ നേരത്ത് പുറത്തു പോകാനും പറ്റുന്നില്ല, രാത്രി നേരത്തിൽ ഉറങ്ങാനും പറ്റുന്നില്ല. അവസാനമായി ഞാൻ എപ്പോഴാണ് ഉറങ്ങിയതെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. പോയ പ്രാവശ്യം ഞാന് പശുവിന്റെ തൊഴുത്തിലാണ് കിടന്നുറങ്ങിയത്. കുറെ നേരം ഉറങ്ങിപ്പോയി. എന്റെ ഉറക്കം ശരിയേ ആയിട്ടില്ല. അത്ര നേരം ഉറങ്ങിപ്പോയി. പക്ഷെ ഇപ്പോ 3-4 ദിവസമായി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട്. പിന്നെ വീണ്ടും എപ്പോഴാണ് അതുപോലെ ഞാൻ ഉറങ്ങാൻ പോകുന്ന അറിയില്ല. നിങ്ങളുടെ അവസ്ഥ എനിക്ക് വളരെ നന്നായി മനസ്സിലാകുന്നുണ്ട്. ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മൾ എന്തുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ചേർന്ന് പോലീസിനോട് കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല? നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മള് ഗ്രാമത്തിൽ ജനങ്ങളൊക്കെ ചേർന്നിട്ട് അയാളെ പറ്റി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ പിന്നെ എല്ലാ പ്രശ്നവും ശരിയാവൂലേ? അവന് ജയിലാണ് ശരിയായ സ്ഥലം. വൈഗുൺ ഗ്രാമത്തിലെ ജനങ്ങളെ മൊത്തം ഒന്നിച്ചു ചേർത്തു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ചെന്ന് വൈകുണ്ട് എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. ഇവിടെ നോക്കൂ, എന്നെ കൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സഹായവും ചെയ്യാൻ പറ്റില്ല. ആ ജമീന്ദാറിന് ഒരുപാട് ആൾക്കാരെ ഇവിടെ അറിയാം. എന്നെയും എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളെയും ജോലിയിൽ നിന്ന് പറഞ്ഞയക്കാനും അദ്ദേഹത്തിന് സാധിക്കും. ദയവായിട്ട് ഇതൊന്നും നിങ്ങൾ ചെയ്യല്ലേ, കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയാണ് മുഖ്യം. ഗ്രാമത്തിലെ ജനങ്ങളും സങ്കടത്തോടെ അവിടെ നിന്നും തിരിച്ചുപോയി. പക്ഷെ ഗ്രാമത്തിലെ ജനങ്ങൾ കംപ്ലൈന്റ് ചെയ്ത കാര്യം ടാഗൂർ ജമീന്ദാർ അറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം എല്ലാരോടും പറഞ്ഞു, നിങ്ങൾ ഗ്രാമത്തിൽ ജനങ്ങളൊക്കെ ചേർന്നിട്ട് പോലീസ് സ്റ്റേഷൻ പോയിട്ട് എന്നെ കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞല്ലോ. പിന്നെ ആരൊക്കെയാ കാണാൻ പോയത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ വൈകുണ്ട്? മുതലാളി, ഞാൻ എന്തിനാ പോയെന്ന് വെച്ചാൽ എന്റെ അമ്മയുടെ കമ്മൽ കാണാണ്ടായി പോയി. അത് കംപ്ലൈന്റ് കൊടുക്കാനാ പോയത്. ഹാ, നിന്റെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. റൺകോൺ, പോയി ഇവന്റെ അമ്മേനെ വിളിച്ചിട്ട് വാ. ട്രീറ്റ്മെന്റ് ഞാൻ കൊടുത്തോളാം. ജമീന്ദാർ തന്റെ ആളുകളെ വീട്ടിനകത്തേക്ക് അയച്ച് വൈകുണ്ഠന്റെ അമ്മയെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ നിങ്ങളെ മര്യാദയ്ക്ക് ചികിത്സ ചെയ്താൽ പിന്നെ അമ്മയുടെ എല്ലാ സുഖവും പോയി കഴിയും. ജമീന്ദാർ ഇത് പറഞ്ഞിട്ട് വൈകുണ്ഠന്റെ അമ്മയെ താഴേക്ക് തള്ളിവിട്ടു. അമ്മേ, നിങ്ങൾക്കൊന്നും ആയിട്ടില്ലല്ലോ? ഞങ്ങളെ പോലെ പാവപ്പെട്ടവരെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന നിനക്ക് നന്നായിട്ടുണ്ടല്ലേ? നോക്കിക്കൊണ്ടേയിരിക്കെ, ഞങ്ങളുടെ പാവമൊക്കെ ഒരു ദിവസം നിന്നെ വെറുതെ വിടില്ല. നോക്കിക്കോ, പിന്നീട് നീ നിന്റെ തല കുനിക്കേണ്ടി വരും. ഞാൻ ആ ഭഗവതി അമ്മനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളാം. പോ പോ, ഞാൻ നിനക്ക് ശാപം നൽകുകയാണ്. നിന്റെ ജീവിതം മുഴുവൻ നീ ഒരു കൂനനായിട്ട് ജീവിക്കാൻ പോവുകയാണ്. ആ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞതും തന്നെ വലിയ മിന്നലടിച്ചു. പിന്നെ കൊടുങ്കാറ്റ് വീശി. പെട്ടെന്നൊരു വെളിച്ചം വന്നു. അത് ജമീന്ദാറിന്റെ മേലിൽ പതിച്ചു. ഉടനെ അദ്ദേഹം കൂനനായി മാറി. ഇതെന്താ? ഇത് എങ്ങനെ സംഭവിച്ചു? എന്നെ കൊണ്ട് കൂനനായിട്ട് ഇരിക്കാൻ പറ്റില്ല. ജമീന്ദാർ കൂനനായതും തന്നെ അവിടെ നിന്നും ഓടിപ്പോയി. ഗ്രാമത്തിലെ ജനങ്ങൾ അദ്ദേഹം കൂനനായി മാറിയത് കണ്ട് സ്തംഭിച്ചു പോയി. എനിക്ക് എന്താ സംഭവിച്ചത്? എനിക്ക് എന്തിനാ ഇങ്ങനെ നടന്നത്? എനിക്ക് എന്തിനാ ഭഗവാൻ ഇങ്ങനെ സംഭവിച്ചത്? ദൈവമേ രക്ഷിക്ക്. ഇതെല്ലാം നിങ്ങൾ ചെയ്ത പാപത്തിനും അനീതിക്കും കിട്ടിയ സമ്മാനമാണ്. ഞാൻ ജനങ്ങളുടെ അടുത്തുനിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചു. അതിനെന്തിനാ എനിക്ക് ഇത്രയും വലിയ ശിക്ഷ കിട്ടേണ്ടത്? എന്റെ ദൈവമേ. വിഷയം കുറച്ചു പണമൊന്നുമല്ല. ആ പാവപ്പെട്ടവരുടെ ശാപവും നിങ്ങൾ ചെയ്ത തെറ്റായ പ്രവൃത്തിക്കുള്ള ശിക്ഷയുമാണ്. നിങ്ങളുടെ ഈ ശാപം എന്നെയും എന്റെ കുട്ടിയെയും ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. ഞാൻ നിങ്ങളെ വിട്ടു പോവുകയാ. മോനെയും കൂടെ കൊണ്ടുപോകുന്നു. ജമീന്ദാർ കൂനനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ ഇട്ടിട്ട് തന്റെ മോനെയും കൊണ്ടുപോയി. ജമീന്ദാറിന്റെ അവസ്ഥ വളരെ മോശമായി. ഒരുപാട് മാസങ്ങൾ കടന്നുപോയി. ഈ മാസങ്ങൾക്കിടയിൽ ആ കൂനൻ ഒരുപാട് ഡോക്ടർമാർ, വൈദ്യന്മാർ, ഒരുപാട് ആൾക്കാരോട് തന്റെ കൂനിന്റെ വൈദ്യം ചെയ്യാനായി കണ്ടു. ഈ പ്രശ്നത്തിന് ഒരു തീർവ് കാണാൻ ഭയങ്കര കഠിനമാണ്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ കൂനൻ ശരിപ്പെടുത്താൻ പറ്റില്ലെന്നാ തോന്നുന്നത്. അങ്ങനെ നിങ്ങൾ പറയരുത്. എന്റെ എല്ലാ തെറ്റും എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഈ പ്രശ്നത്തിന് എന്തെങ്കിലും തീർവുണ്ടാവും. ഈ പ്രശ്നത്തിന് ആരും നിങ്ങളെ സഹായിക്കാനേ പറ്റില്ല. പക്ഷേ ആരാണ് കാരണം നിങ്ങൾക്ക് ഈ കൂന് വരാനുണ്ടോ? നിങ്ങൾ ആ വ്യക്തിന്റെ അടുത്ത് എന്നെ പോയി ക്ഷമ ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ശരിയാനുള്ളതുണ്ടാവും. വൈദ്യരെ മറക്കാൻ പാടില്ല. ഈ ഗ്രാമത്തിലെ ഞാനാണ് വലിയ ടാക്കൂർ എന്ന്. ഈ ടാക്കൂർ ആരെടുത്തും താഴെ വീണ് ക്ഷമ ചോദിക്കില്ല.
വയൽ, തോട്ടം, വിളച്ചൽ എല്ലാം എനിക്ക് സ്വന്തമാണ് കേട്ടോ. എന്റെ അടുത്താണോ പറയുന്നത് അവരെടുത്ത് കാല് വീകണമെന്ന്? നിങ്ങളുടെ അഹംഭാവം ഇന്നും കുറഞ്ഞിട്ടേ ഇല്ലല്ലോ. നിങ്ങൾ ഈ സ്ഥിതിയിൽ നിൽക്കുന്നതാണ് നല്ലത്. ദിവസങ്ങൾ അങ്ങനെ ഒരുപാട് കടന്നുപോയി. അദ്ദേഹത്തിന്റെ കൂന് ശരിയായതേ ഇല്ല. ശോഷിച്ചു പോയി. വേറെ വഴിയില്ലാതെ ആ വയസ്സായ അമ്മയുടെ വീട്ടിലേക്ക് പോയി അദ്ദേഹം എന്തു പറഞ്ഞെന്നാൽ, നിന്റെ ശാപം കൊണ്ട് ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെടുകയായിരുന്നു. ദയവായിട്ട് എന്റെ അടുത്ത് കരുണ കാണിക്കൂ. ഞാൻ ഇനി ഏത് ഗ്രാമത്തിലെ ആൾക്കാരും ഏതൊരു പാവപ്പെട്ടവനും ഞാൻ അവരെ പറ്റിക്കുകയില്ല. നീ മൊത്ത ഗ്രാമത്തിന്റെ ജീവിതമാണ് നശിപ്പിച്ചിരിക്കുന്നത്. ആ ശാപാണ് നീ അനുഭവിക്കുന്നത്. എന്നോട് ക്ഷമിക്കണം. ഇതിന് എന്തെങ്കിലും ഒരു തീർവ് പറഞ്ഞതാ. ഞാൻ എല്ലാവരുടെ സ്ഥലം അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കാം. പണവും തിരിച്ചു കൊടുത്തേക്കാം. നിന്റെ അമ്മ ഇവിടെ വന്നിട്ട് ഇതിനുള്ള തീർവ് തന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ വീട് വിട്ടു പോവില്ല. ആ കൂനൻ വയസ്സായ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോയി പുലമ്പാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പുലപ്പം കേട്ട് ആ അമ്മൂമ്മ പറഞ്ഞു, അങ്ങനെ നിനക്ക് വീണ കൂന് ശരിയാകണമെങ്കിൽ നീ ഈ ഗ്രാമത്തിലെ ജനങ്ങളെ മൊത്തം സന്തോഷിപ്പിക്കണം. എങ്കിലേ നിനക്ക് ഈ കൂനിൽ നിന്നും വിമോചനം ലഭിക്കുകയുള്ളൂ. ഞാൻ എല്ലാ കാര്യം ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ അതിനെ ചെയ്തോളാം. ഇതുപോലെ കൂനനായിട്ട് ജീവിക്കുന്ന പകരം ഞാൻ മരിച്ചു പോകുന്നതാണ് നല്ലത്. ഞാൻ ചെയ്ത എല്ലാ തെറ്റും നന്നായിട്ട് ഉണർന്നു കഴിഞ്ഞു. അപ്പോഴാണ് ആ മുത്തശ്ശി അദ്ദേഹത്തെ തന്റെ വീടിന്റെ വാതിൽക്കലുള്ള ഒരു ചെറിയ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത്. അത് ഭഗവതി അമ്മൻ ക്ഷേത്രം. എന്താ ഇത്? നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? ഇത് ഭഗവതി അമ്മന്റെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രസാദം നീ ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്കെല്ലാം നൽകണം. പിന്നെ അവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയ സ്ഥലവും പണവും എല്ലാം നീ അവർക്ക് തിരിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ നിനക്ക് പൂർണ്ണമായും ഗുണമാകും. അദ്ദേഹവും അതുപോലെ ചെയ്തു. ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരുടെ വീട്ടിലേക്കും ചെന്ന് സ്വാഗതം ചെയ്തു. ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തോ അതിനൊക്കെ പരിഹാരം ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ കാലിൽ വീകാൻ പോലും തയ്യാറാണ്. കാലിലൊന്നും വീകണ്ട, ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ അദ്ദേഹം മതി. തന്റെ വീട്ടിൽ ഒരു വലിയ വിരുന്ന് ഏർപ്പാട് ചെയ്തു. ഭഗവതി അമ്മന് പ്രസാദം പടയലിട്ട് അദ്ദേഹം ജനങ്ങൾക്ക് ആഹാരം നൽകി. ഭക്ഷണം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പൊളിച്ചു. ഇന്നും കുറെ കഴിക്കണം തോന്നുന്നുണ്ട്. വയറ് നിറയെ കഴിച്ചോളൂ. ജമീന്ദാർ ആ വിരുന്ന് നൽകിയതും തന്നെ ഗ്രാമത്തിലെ ജനങ്ങൾക്കെല്ലാം സന്തോഷമായി. ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. ഇനി നീ നിന്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരും. ഇത് പറഞ്ഞതും തന്നെ ആ കൂനനായ ജമീന്ദാറിന്റെ മേലിൽ ഒരു പ്രകാശം പതിച്ചു. അങ്ങനെ അദ്ദേഹം വീണ്ടും തന്റെ പഴയ രൂപത്തിലേക്ക് എത്തി. എന്താ ഇത്? ഞാൻ എന്റെ പഴയ രൂപത്തിൽ വന്നല്ലോ. ഭഗവതി അമ്മ വിജയിക്കട്ടെ, ഭഗവതി അമ്മ വിജയിക്കട്ടെ. ജമീന്ദാറിന്റെ സന്തോഷത്തിന് അളവില്ലായിരുന്നു. അദ്ദേഹം തന്റെ സ്വയരൂപം കിട്ടിയതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒരു മാസം വിരുന്ന് നൽകി. എല്ലാവരുടെ കാശും അദ്ദേഹം തിരിച്ചു നൽകി. പിന്നീട് അദ്ദേഹം അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. പഴക്കച്ചവടക്കാരായ 2 സഹോദരങ്ങളായിരുന്നു ശ്യാംലാലും രാധേലാലും. അവർ ആഗ്രയിലേക്ക് വന്നു. അവരവിടുത്തെ ചന്തയിൽ ചെന്ന് അവിടുള്ള കച്ചവടക്കാരോട് പഴങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷിച്ചു. മാങ്ങ എത്രയാ ചേട്ടാ? 1 കിലോന് 100 രൂപ. അപ്പൊ പപ്പായ എത്രയാ? പപ്പായ 1 കിലോന് 50 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ മുന്തിരിയുണ്ടോ? ഓ, അതിപ്പോ ഇല്ലല്ലോ. അത് നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ എവിടെയും കിട്ടാൻ പോകുന്നില്ല. ആ, ഞങ്ങൾ ഈ മാർക്കറ്റ് മുഴുവൻ അന്വേഷിച്ചു. എന്നിട്ടും ഞങ്ങൾക്കത് എവിടെയും കിട്ടിയില്ല. മുന്തിരിയുടെ സീസൺ തുടങ്ങിയിട്ടും കിട്ടാനില്ലല്ലോ. നിങ്ങൾക്ക് ഈ ആഗ്ര ഗ്രാമത്തിൽ സകല ഫ്രൂട്ട്സും കിട്ടും. എന്നാൽ മുന്തിരി വാങ്ങാൻ പോയിട്ട് കാണാൻ പോലും കിട്ടില്ല. എന്താ അങ്ങനെ? മുന്തിരിയാണെങ്കിൽ അത്ര വില കൂടിയ പഴമൊന്നും അല്ലല്ലോ. ആഗ്രയിലെ ചന്തയിലാണെങ്കിൽ മുന്തിരി ആരും വാങ്ങാറുമില്ല, ആരും വിൽക്കാറുമില്ല. അവർ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കി. എന്നിട്ട് അവിടുന്ന് തിരികെ പോകാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി മുന്നോട്ടേക്ക് നടക്കുകയായിരുന്നു. നോക്ക് സുഹൃത്തെ, ഇതാണ് യഥാർത്ഥ അവസരം. ഈ ഗ്രാമത്തിലാരും മുന്തിരി വിൽക്കുന്നില്ല. നമുക്കത് വിൽക്കാൻ സാധിച്ചാൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ബാക്കി എല്ലാ ഫ്രൂട്ട്സും കടകളിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. എന്നാൽ മുന്തിരി മാത്രം വാങ്ങാൻ പോയിട്ട് കാണാൻ പോലും കിട്ടുന്നില്ല. നമ്മൾ മുന്തിരി കച്ചവടം ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല കച്ചവടം കിട്ടും. നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? വാ, തുടങ്ങിക്കളയാം. അവർ രണ്ടുപേരും അവിടുത്തെ ധനികനായ ഒരു പലിശക്കാരന്റെ വീട്ടിലേക്ക് ചെന്നു. നോക്കൂ മുതലാളി, ഞങ്ങൾ പഴക്കൃഷിക്കാരാണ്. ഈ അടുത്താണ് ഞങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് തന്നെ വന്നത്. ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ കുറച്ച് സ്ഥലം വേണം. അതൊക്കെ ശരി തന്നെ. പക്ഷേ നിങ്ങൾ ആ തോട്ടത്തിൽ എന്ത് പഴമാണ് കൃഷി ചെയ്യുക? അതൊന്ന് പറയൂ. അതൊന്നും ഞങ്ങൾക്കിപ്പോ പറയാൻ സാധിക്കില്ല. ഏത് പഴമാണോ ഇവിടത്തെ ചന്തയിലോ കടയിലോ കിട്ടാതിരിക്കുന്നത്
ആ പഴമായിരിക്കും ഞങ്ങൾ അവിടെ കൃഷി ചെയ്യുക. ഞങ്ങൾ അതിന്റെ നല്ല വിളവെടുക്കുകയും ചെയ്യും, വിൽക്കുകയും ചെയ്യും. എന്തായാലും അതിനൊരു പേരുണ്ടാവുമല്ലോ. പഴത്തിന്റെ പേര് പറയാതെ എങ്ങനെയാ ഞാൻ നിങ്ങൾക്ക് സ്ഥലം തരുന്നത്? പഴത്തിന്റെ പേര് പറഞ്ഞാലേ തോട്ടത്തിനുള്ള സ്ഥലം തരൂ എന്ന് പറയുന്നത് എന്തിനാ? താങ്കൾ കുറച്ച് സ്ഥലം കൃഷി ചെയ്യാൻ വേണ്ടി തന്നാലും. ഇനി എങ്ങാനും നിങ്ങളുടെ പഴങ്ങൾ വിറ്റുപോയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തോട്ടത്തിനുള്ള വാടക മാസാമാസം എങ്ങനെ തരും? നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കണ്ട. പഴങ്ങൾ വിറ്റുപോയില്ലെങ്കിലും ഞങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പോലും നിങ്ങളുടെ വാടക തന്നിരിക്കും. നിങ്ങളുടെ ഇഷ്ടം പോലെ. വരൂ, ഞാൻ തോട്ടം കാണിച്ചു തരാം. ആ മുതലാളി അവരെ അദ്ദേഹത്തിന്റെ തോട്ടത്തിനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു. അവർക്ക് രണ്ടുപേർക്കും ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. അവരവിടെ കൃഷിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങി. ശ്യാംലാൽ നഴ്സറിയിൽ നിന്നും മുന്തിരിയുടെ വിത്തുകൾ ധാരാളം വാങ്ങിക്കൊണ്ടുവന്നു. ആ രണ്ട് സഹോദരങ്ങളും ഒരുമിച്ച് ചേർന്ന് ആ സ്ഥലം മുഴുവനും മുന്തിരി വിത്തുകൾ വിതച്ചു. സമാധാനമായി വിത്തുകളെല്ലാം തന്നെ നട്ടു കഴിഞ്ഞു. ഇനി ഇവയ്ക്ക് വെള്ളവും വളവും കൊടുത്താൽ മതി. എന്നാലല്ലേ നല്ല വിളവ് പെട്ടെന്നുണ്ടാവുകയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ മുന്തിരിവള്ളികൾ പടർന്നു പിടിച്ച് വളരാൻ തുടങ്ങി. അതിൽ മുഴുവനും മുന്തിരി കായ്ക്കുകയും ചെയ്തു. ഇത് കണ്ട് രാധേലാലും ശ്യാംലാലും വളരെയധികം സന്തോഷിച്ചു. കണ്ടോ കൂട്ടുകാരാ, നമ്മുടെ അധ്വാനം ഫലം കാണുന്നത്? അതെ അതെ, ഇനി നമ്മൾ ഇത് എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തും. അങ്ങനെ മാർക്കറ്റിൽ മുന്തിരിയുടേതായ ഒരു വലിയ കട തന്നെ നമ്മൾ തുറക്കും. രാധേലാലും ശ്യാംലാലും തോട്ടത്തിൽ നിന്നും വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ച് അവർക്ക് പണം കടം കൊടുത്ത മുതലാളിയെ കണ്ടു. ആ മുതലാളിയോ? എന്തുണ്ട് വിശേഷം? വേറെന്ത് വിശേഷം? 6 മാസമായല്ലോ. എന്നിട്ടും 1 മാസത്തെ വാടക പോലും നിങ്ങൾ എനിക്ക് എത്തിച്ചു തന്നിട്ടില്ല. എനിക്ക് എന്റെ വാടക ഉടനെ കിട്ടിയേ മതിയാകൂ. എന്റെ മുതലാളി, നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങളുടെ ഈ തോട്ടം ഞങ്ങൾക്ക് വലിയ ലാഭമുണ്ടാക്കി തരാൻ പോവുകയാണ്. ഞങ്ങൾ നട്ട ഫലമെല്ലാം നന്നായി വളർന്ന് വിളയറായി നിൽക്കുകയാണ്. ഉടനെ തന്നെ ഞങ്ങൾ വിളവെടുത്തിട്ട് അത് വിറ്റ ശേഷം നിങ്ങളുടെ 6 മാസത്തെ വാടക പെട്ടെന്ന് തന്നെ തന്നേക്കാം. നിങ്ങൾ 1 മാസം കൂടി ഒന്ന് കാത്തിരുന്നാൽ മതി. നിങ്ങൾക്ക് കിട്ടാനുള്ള മുഴുവൻ വാടകയും തന്നേക്കാം. ശരി, ഞാൻ 1 മാസം കൂടി ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഒഴിവ് കഴിവുകൾ പറയരുത്. അതിന് ഞങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ടേ? 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ മുഴുവൻ വാടകയുമായി അങ്ങയുടെ വീട്ടിലേക്ക് വന്നേക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് രാധേലാലും ശ്യാംലാലും അവിടെ നിന്ന് നടന്നു. പിറ്റേന്ന് അവർ രണ്ടുപേരും ചേർന്ന് തോട്ടത്തിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിയുടെ വിളവ് ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ശേഖരിച്ച മുന്തിരികളുമായി ഒരു ചെറിയ ഉന്തുവണ്ടിയിൽ ചന്തയിലേക്ക് പോയി. ചന്തയിലുണ്ടായിരുന്ന പഴക്കച്ചവടക്കാരുടെ അടുത്ത് തങ്ങളുടെ മുന്തിരിയുമായി വിൽപ്പനയ്ക്ക് ചെന്നു. വാങ്ങിക്കൂ, നല്ല ഫ്രഷ് മുന്തിരികൾ വാങ്ങിക്കൂ. ചേട്ടാ, മുന്തിരി എങ്ങനെയാ കൊടുക്കുന്നേ? 100 രൂപയാണ് കിലോ. എനിക്ക് 1 കിലോ വേണം. ആ സ്ത്രീ മുന്തിരിയുമായി അവിടുന്ന് പോയി. രാധേലാലും ശ്യാംലാലും മറ്റുള്ള ആളുകൾക്ക് മുന്തിരി വിൽക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു മുന്തിരിയും വാങ്ങിപ്പോയ ആ സ്ത്രീ ബഹളം വെച്ചുകൊണ്ട് അങ്ങോട്ട് വന്നത്. അയ്യോ, നിങ്ങൾ ഇത് എന്ത് പണിയാ കാണിച്ചത്? ഇവരെനിക്ക് വിറ്റ മുന്തിരികളൊന്നും കഴിക്കാൻ പറ്റില്ല. വായിലിടുമ്പോഴറിയാം അത് ഇരുമ്പിന്റേതാണെന്ന്. കഴിക്കാനേ പറ്റില്ല. ആ സ്ത്രീ പറഞ്ഞത് കേട്ട് അവർ രണ്ടുപേരും അന്തം വിട്ടുപോയി. ഇരുമ്പിന്റെ മുന്തിരിയോ? നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? വിശ്വാസം വരുന്നില്ലെങ്കിലേ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കിക്കൂടെ? രാധേലാൽ മുന്തിരി കഴിക്കുന്നതിനായി ഒരെണ്ണം വായിലിട്ടു. എന്നിട്ട് തന്റെ പല്ലുകൾ കൊണ്ട് അത് കടിച്ചു. അതോടെ അയാളുടെ പല്ലുകൾ വേദനിക്കാൻ തുടങ്ങി. ആ കൂട്ടുകാരാ, ഇത് ശരിക്കും ഇരുമ്പിന്റെ തന്നെയാണല്ലോ. രാധേലാൽ അപ്പോൾ പറഞ്ഞത് കേട്ട് മുന്തിരി വാങ്ങാൻ വന്നവരെല്ലാം തന്നെ വാങ്ങാതെ തിരിച്ചുപോയി. ഇനി നമ്മൾ എന്തു ചെയ്യും? എന്തു ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. രാധേലാലും ശ്യാംലാലും അവരുടെ മുന്തിരി നിറഞ്ഞ ഉന്തുവണ്ടിയുമായി വീട്ടിലേക്ക് പോകുമ്പോ വഴിയിൽ വെച്ച് അവരുടെ മുതലാളിയെ വീണ്ടും കണ്ടു. ആഹാ, നിങ്ങളിപ്പോ ഇവിടെയാണല്ലേ. 1 മാസമാണ് നിങ്ങൾ ചോദിച്ചിരുന്നത്. ഇപ്പോ 2 മാസമായി. എനിക്ക് എന്റെ പണം ഉടനെ തന്നെ കിട്ടണം. നോക്കൂ മുതലാളി, ഞങ്ങളുടെ ഒരു മുന്തിരി പോലും വിറ്റുപോയിട്ടില്ല. ഞങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ പണം തരും? എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് എന്റെ കാശ് കിട്ടിയേ പറ്റൂ. നിങ്ങളല്ലേ അന്നെന്നോട് പറഞ്ഞത് വിളവ് ശരിയായില്ലെങ്കിലും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു തരാമെന്ന്? അതെ, അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങളുടെ പണമെല്ലാം കൃഷിയിലും വിളവിലും ചെലവായിപ്പോയി. ഞങ്ങൾക്ക് മുതലാളി കുറച്ചു ദിവസം കൂടി തരണം. പലിശയടക്കം അങ്ങയുടെ എല്ലാ പൈസയും ഞങ്ങൾ തിരികെ തന്നോളാം. ശരി, ഞാൻ നിങ്ങൾക്ക് 10 ദിവസം കൂടി തരാം. അതിനുള്ളിൽ നിങ്ങൾ പണം തന്നില്ലെങ്കിൽ എന്റെ പറമ്പിലുള്ള നിങ്ങളുടെ മുന്തിരിവള്ളിയെല്ലാം ഞാൻ വന്ന് വേരോടെ പിഴുതെടുത്ത് കളയും, കേട്ടോ? രാധേലാലും ശ്യാംലാലും വളരെയധികം വിഷമത്തിലായി. അവർ രണ്ടുപേരും ആ ഗ്രാമത്തിലെ പ്രായം ചെന്നൊരു പണ്ഡിതന്റെ അടുത്ത് ചെന്നു. മുത്തശ്ശ,
ഞങ്ങൾ നട്ടു വളർത്തിയ മുന്തിരി ലോഹത്തിന്റെ മുന്തിരിയായി മാറിപ്പോയി. എന്തു ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മക്കളെ, ഇതാ വയസ്സൻ കുറുക്കന്റെ ശാപമാണ്. വയസ്സൻ കുറുക്കനോ? വർഷങ്ങൾക്ക് മുമ്പ് വിശന്നു വലഞ്ഞൊരു കുറുക്കൻ നമ്മുടെ ഗ്രാമത്തിൽ വന്നു. അതവിടെ വലിയൊരു മുന്തിരി വള്ളി കണ്ടു. അതിലെ മുന്തിരി കണ്ട് കൊതിച്ച കുറുക്കൻ ആ മുന്തിരി വള്ളിയിൽ എത്തിപ്പിടിക്കാനായി വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടിരുന്നു. എന്നാൽ അതിന്റെ അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ല. ഗ്രാമീണരെല്ലാം ആ കുറുക്കനെ വല്ലാതെ പരിഹസിച്ചു. അപ്പോൾ ആ കുറുക്കൻ ഈ ഗ്രാമത്തെ ശപിച്ചു. അതിനു കിട്ടാതെ പോയ ആ മുന്തിരി ഈ ഗ്രാമത്തിലെ ആർക്കും കിട്ടാതിരിക്കാൻ ഈ ഗ്രാമത്തിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന മുന്തിരിയെല്ലാം ഇരുമ്പിന്റെ മുന്തിരിയായി പോകട്ടെ എന്ന്. ഈ ശാപത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? നിങ്ങൾ ആ പഴയ മുന്തിരി വള്ളിയിൽ നിന്നും ഒരു മുന്തിരി പൊട്ടിച്ച് ആ കുറുക്കന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാമം ഈ ശാപത്തിൽ നിന്നും രക്ഷപ്പെടും. ശരി, ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം. രാധേലാലും ശ്യാംലാലും ഒരുമിച്ച് തന്നെ ആ പഴയ മുന്തിരിച്ചെടിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അതിൽ നിന്നും കുറച്ച് മുന്തിരികൾ പറിച്ചെടുത്തു. അതുമായി കാട്ടിലേക്ക് പോയി. ദാ നോക്ക്, അവിടെ ഒരു കുറുക്കൻ കിടക്കുന്നുണ്ടല്ലോ. ശ്യാംലാൽ ആ കുറുക്കന്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് കയ്യിൽ കരുതിയിരുന്ന മുന്തിരിയിൽ നിന്നും കുറച്ചെടുത്ത് കുറുക്കന്റെ അടുത്തേക്ക് ഇട്ടു. കുറുക്കൻ ആ മുന്തിരികൾ കഴിച്ചു. അതോടെ ആ ഗ്രാമത്തിനുണ്ടായിരുന്ന ശാപത്തിൽ നിന്നും ആ ഗ്രാമം മുക്തി നേടി. അത് കഴിഞ്ഞവർ കഴിഞ്ഞ ദിവസം വിൽക്കാതെ വീട്ടിലേക്ക് കൊണ്ടുപോയ മുഴുവൻ മുന്തിരികളും വിറ്റു. അങ്ങനെ മുന്തിരിയുടെ വിൽപ്പനയിലൂടെ ആ ഗ്രാമത്തിൽ പഴങ്ങളുടെ ഒരു വലിയ കട തന്നെ ശ്യാംലാലും രാധേലാലും തുടങ്ങി.